ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നമ്മളൊരു സിം കാർഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആധാർ കാർഡ് ചോദിക്കും. ആധാർ കാർഡ് വഴി ലിങ്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് സിം ലഭിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ അകത്ത് എത്ര സിമ്മുകൾ യൂസ് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യാനുള്ളൊരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളും തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആധാർ കാർഡിൽ മറ്റാരെങ്കിലും നിങ്ങളറിയാതെ സിം കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുക. അതുപോലെ മറ്റാരെങ്കിലും നിങ്ങളുടെ സിം കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുവഴി നിങ്ങൾക്ക് മറ്റ് ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും കമൻറ്റ് ബോക്സിലും ഞാൻ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ ടാഫ്കോപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന ഈ ഒരു വെബ്സൈറ്റ് തന്നെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും റിക്വസ്റ്റുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിക്വസ്റ്റുകൾ റിസോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണവും നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ വഴി ഏത് നമ്പറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റർ ക്യാപ്ച. ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ വാലിഡേറ്റ് ക്യാപ്ച എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സക്സസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് മുകളിലായിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മളിവിടെ താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ലോഗിൻ ബട്ടൺ അമർത്തുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്കാണ് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 4 മൊബൈൽ നമ്പർ ഈ ഒരു ആധാറിൻ്റെ അകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ തന്നെയാണ്. താഴെ 3 നമ്പറുകൾ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളറിയാത്ത ഏതെങ്കിലും നമ്പറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നമ്പർ നേരെ സെലക്ട് ചെയ്തിട്ട് നോട്ട് മൈ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് റിക്വേർഡ് സെലക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇനി ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ പോയിട്ട് ഏത് സിം കാർഡാണോ ആ ഒരു കമ്പനിയുടെ ഷോറൂമിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.